Yakara tanda jene dandere tullikalu danderu tanda jene danderu tanda tullikalu danderu tanda jene dalam tulli pandira iran tulli danderu tanda tullikalu danderu tanda jene dandere വന്യമായ ഈ ശബ്ദരൂപത്തിൽ ഭിക്ഷചോദിക്കുന്ന നായാടി സമൂഹത്തിന്റെ അടിവേരുകൾ ആഴ്ന്നുകിടക്കുന്നത് കേരളത്തിലെ വനാന്തരങ്ങളിൽ തന്നെയാണ്. കായ്കനികൾ പറിച്ചുതിന്നും കാട്ടുചോലയിലെ വെള്ളം കുടിച്ചും വേട്ടയാടിയും കഴിഞ്ഞുപോന്ന കാട്ടുമനുഷ്യർ ആധുനിക ലോകത്തിലായാലും വനസമൃദ്ധിയിൽ തന്നെ ഇടം തേടാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ വനനിബിഡമായ ജന്മനാട്ടിൽ നിന്ന് നിഷ്കാസിതരായ നായാടികൾ നാടോടികളായി നാട്ടിലെത്തിയ കാലം ഗണിക്കപ്പെട്ടിട്ടില്ല. തന്റെ സമുദായത്തിന്റെ ഭൂതവും വർത്തമാനവും രൂപപ്പെട്ട കാലഗതിയെക്കുറിച്ചുള്ള ചിന്തകൾ പങ്കിടുകയാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് വിരമിച്ച സൂപ്പർവൈസർ സദാനന്ദൻ. ഞങ്ങളുടെ പൂർവികന്മാര് ഈ ബ്രാഹ്മണ കുലത്തിൽപ്പെട്ടതാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അവർ ഉത്തര കേരളത്തിലെവിടെയോ ഏതോ ഗ്രാമത്തിൽ ഇതേമാതിരി പൂജാകർമ്മങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ജീവിച്ചിരുന്നവരാണ്. ആ പൂജ തുടർച്ചയായിട്ട് പൂജാരി എന്ന ഒരു ക്ഷേത്ര പൂജാരി എന്ന നിലയിൽ ഞങ്ങളുടെ ഏതോ ഒരു കാരണവർ നടത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ പൂജ നടത്തിക്കൊണ്ടിരിക്കെ ഒരു ദിവസം ആവശ്യമായിട്ടുള്ള പാല് കിട്ടിയില്ല എന്നാണ് പറയുന്നത്. പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള പാല് കിട്ടിയില്ല. പകരം ആ കക്ഷി പട്ടിയുടെ പാല് കറന്നെടുത്ത് പൂജ നടത്തിയെന്ന് കേൾക്കുന്നു. ആ പട്ടിയുടെ പാൽ കറന്നെടുത്ത് പൂജ എടുത്ത വിവരം മറ്റുള്ള ബ്രാഹ്മണന്മാർ അറിയുകയും ഈ ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട ആൾക്കാർ ഇവരെ അവിടെ നിന്ന് അടിച്ചു പിടിപ്പിക്കുക, എന്നുവെച്ചാൽ ഭീഷണിപ്പെടുത്തുക, ഭ്രഷ്ട് ഏൽപ്പിക്കുക, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അവർക്ക് അവിടെ നിന്ന് നാടുവിടേണ്ടി വന്നു. നിങ്ങളുടെ വിവാഹവും സ്ത്രീധന സമ്പ്രദായത്തെ കുറിച്ചിട്ടൊന്നും മുൻ തലമുറ ചില എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉള്ള ആ വിധത്തിൽ ആ തലമുറയിൽ ഉള്ളപ്പെട്ടവരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർ ആദ്യമായിട്ട് പ്രസവിച്ച ഉടനെ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചാലും പെൺകുട്ടിയെ പ്രസവിച്ചാലും ആ പ്രസവിച്ച ഉടനെ അവർ ഈ വീട്ടിലെ കാരണവർ ഒരു വഴിപാട് നൽകി ഈ കുട്ടി ഇന്ന ആൾക്കുള്ളതാണ്. ഒരു പെൺകുട്ടിയാണ് പ്രസവിച്ചതെങ്കിൽ ആ കുട്ടിയുടെ അമ്മാവൻ്റെ മകൻ, അമ്മാവനുണ്ടെങ്കിൽ അമ്മാവൻ്റെ മകൻ, അല്ലെങ്കിൽ അമ്മാവൻ്റെ ഈ ആണിൻ്റെ മകനാണ് ചെയ്യെങ്കിൽ പെണ്ണിൻ്റെ മകൻ, ആ വിധത്തിൽ വഴിപാട് വെച്ച് മുറപ്പെണ്ണ. പിന്നീടുള്ള കാലങ്ങളിൽ അത് മാറ്റി മാറ്റി ഇങ്ങനെ സാധാരണ മറ്റു ഹിന്ദുക്കളുടെ അന്വേഷിക്കലും കൊടുക്കലും അവനാണ് താല്പര്യമുള്ളതനുസരിച്ച് ഇത് വന്നു. സ്ത്രീധനത്തിൽ ഞങ്ങൾക്ക് സ്വത്ത് എന്ന് പറഞ്ഞാൽ ഈ ദേശത്ത് നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു ഏരിയ, ഇപ്പം നമ്മൾ പഴയ പ്രാകൃത കമ്മ്യൂണിസം സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞ മാതിരി ഒരു ഏരിയയിൽ ഇന്ന സ്ഥലത്ത് മുതൽ മറ്റേ അതിർത്തി വരെ ഇന്ന ആൾക്ക് നടക്കാനുള്ളതാണ്, ഇന്നാളുടെ അവകാശമാണ്. എൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു അവകാശിയാണ്. ചേറ്റുവക്കടവിൽ കടവ് തൊട്ട് വാടനപ്പള്ളി പുറക്കൊട്ടപ്പടി എന്ന് പറയും, പണ്ടത്തെ അധികാരിയുടെ വീടാണ്. നായർത്തറ വാടനപ്പള്ളി ഈ മന എന്നൊക്കെ പറഞ്ഞാൽ അതേമാതിരിയുള്ള നായർത്തറവാണ് പുറക്കോട്ട് പടി മന. ആ പുറക്കോട്ട് പടി വരെ അമ്മയുടെ അച്ഛന് ഉള്ള അവകാശമായിരുന്നു, ദേശമായിരുന്നു. ആ സ്ഥലത്ത് അമ്മയെ കല്യാണം കഴിച്ചപ്പോൾ അച്ഛന് സ്ത്രീധനമായിട്ട് റോഡിൻ്റെ കിഴക്ക് ഭാഗം ഈ ചേറ്റുവക്കട തൊട്ടിട്ട് കിഴക്ക് തെക്ക് പുറക്കോട്ടപ്പടി വരെയുള്ള റോഡിൻ്റെ കിഴക്ക് ഭാഗം അച്ഛനും പാരമ്പര്യ അവകാശമായിട്ട് സ്വത്ത് പങ്കുവയ്ക്കുമ്പോൾ അമ്മയ്ക്കും അമ്മാവനും രണ്ടാ പേരുള്ളൂ. അമ്മയ്ക്കും അമ്മാവനും തുല്യ പങ്കാണല്ലോ. ആ പങ്ക് അമ്മാവന് കിട്ടേണ്ടത് പടിഞ്ഞാറ ഭാഗവും ആയിട്ട് അങ്ങനെ വിധിച്ചു കൊടുത്തു. അപ്പോൾ എൻ്റെ അച്ഛന് കിട്ടിയത് ചേറ്റുവക്കടവിൽ തൊട്ടിട്ട് പുറക്കോട്ടപ്പടി വരെയുള്ള കിഴക്കൻ ഭാഗം കനോലിക്കനാലിലും നാഷണൽ ഹൈവേക്ക് ഇടയ്ക്കുള്ള സ്ഥലം. അവിടെ നടക്കാനും അവകാശങ്ങൾ വാങ്ങിക്കാനുള്ള സ്വാതന്ത്ര്യം എൻ്റെ അച്ഛനേ ഉള്ളൂ. അത് മറ്റുള്ള ഓവർടേക്ക് ചെയ്തെങ്കിൽ കടന്ന് ആക്രമിച്ച് ചെയ്താൽ ശിക്ഷാർഹമാണ്. അതിന് ഞങ്ങൾക്ക് വേറെ ചില സംവിധാനങ്ങളുണ്ട്. ഞങ്ങളുടെ ഇടയിൽ വളരെ പ്രായം ചുമന്നുള്ള ചില കാരണന്മാരുണ്ട്. ആ കാരണന്മാരാണ് ഇപ്പോൾ ഒരു ശിക്ഷ, ഒരു കേസ്, ഒരു പ്രശ്നം വന്നാൽ ഈ രണ്ട് കൂട്ടരുടെയും ഉറ്റ ബന്ധുവായിട്ടുള്ളൊരു കാരണവർ അതിലെ ജഡ്ജിയായിട്ട് പുറത്തു വരണം, ഈ ആക്ട് ചെയ്യണം.
അപ്പോൾ ആ ജഡ്ജിയുടെ മുമ്പിൽ ഈ രണ്ട് കൂട്ടരും പ്രശ്നങ്ങൾ അവതരിപ്പിക്കും. എൻ്റെ ദേശത്ത് അവൻ കയറി കടന്നു, അവൻ മറ്റാൾ പറയും ഞാൻ പോയിട്ടില്ല, നീ ഇന്ന വീട്ടിൽ ഇന്ന കരിപ്പയിൽ പോയി, ചുള്ളിപ്പറമ്പിൽ പോയി, പടിക്കശ്ശേരിയിൽ പോയി, ഈ വിധത്തിലുള്ള ഇതുകൾ സമർത്ഥിച്ച് കുറ്റം അയാൾ ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കും. അങ്ങനെ വന്നാൽ ആ കുറ്റം ചെയ്തു എന്നുള്ളത് അവസാനം അയാൾ സമ്മതിക്കുമ്പോൾ ഈ ജഡ്ജി പിഴ കൽപ്പിക്കും. പിഴ കൽപ്പിക്കുന്നത് 16 അടി അല്ലെങ്കിൽ 25 അടി 50 അടി എന്നൊക്കെയാണ്. അടിയെന്ന് പറഞ്ഞാൽ വെറുതെ അടിക്കില്ല. ഈ ജഡ്ജി ഈ കാരണവർ താറുകൊടുത്ത് നിന്ന് പുറത്ത് നെഞ്ഞത്തൊക്കെ നല്ല അലക്കണ കൈവീശി മരിച്ചാൽ ആ ദേശത്തിൻ്റെ അവകാശിയുടെ കുടുംബത്തിൽപ്പെട്ട അല്ലാതെ തന്നെ ചിലപ്പോൾ അവിടെ താമസിക്കുന്നുണ്ടാവും. അങ്ങനെ താമസിക്കുന്ന ആൾക്കാർ മരിച്ചാൽ അവിടെ മറവ്, ആ ദേശത്ത് മറവ് ചെയ്യണമെങ്കിൽ ഈ ദേശ അധികൃതൻ്റെ അല്ലെ ദേശം നോക്കുന്ന ആളുടെ അധികാരിയുടെ അനുവാദം വേണം. ശവക്കുഴി തോണ്ടണമെങ്കിൽ ഈ അധികാരിക്ക് വെറ്റിലി മുറുക്കാനും പണവും മുണ്ടും ഒക്കെ കൊടുത്ത് തൃപ്തിപ്പെടുത്തിയിട്ട് കൊടുത്തിക്കോ എന്ന് കൽപ്പിക്കണം. കുടുംബ പേരുകൾ അത് എങ്ങനെയാണ്? ഇവർ ആദ്യം താമസിച്ചിരുന്ന സ്ഥലം, ആ സ്ഥലത്തിലെ ആ പ്രധാനപ്പെട്ട ഭൂപ്രഭു, നാടുവാഴി അല്ലെങ്കിൽ വലിയ മനകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുമ്പോൾ അവരെ അറിയപ്പെടുന്നത് ആ മനയിലത്തെ അടിയന്മാരായിട്ടാണ്. ഇപ്പോൾ പുന്നത്തൂർ മന, ചേലൂർ മന. ഈ ചേലൂർ മന എന്ന് പറയുമ്പോൾ ചേലൂർ, ഈ മുല്ലശ്ശേരിയിൽ ചേലൂരിൻ്റെ മനയുടെ അടുത്ത് താമസിച്ചിരുന്ന ഞങ്ങളുടെ ആൾക്കാരെ ചേലൂർ എന്ന് വീട്ടുപേര് പറയും, മന പറയില്ല. അതുപോലെ കുന്നത്ത് എന്ന് പറയും. ഇതൊന്നുമല്ലാതെ നടക്കുന്ന ആൾക്കാർക്ക് സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ മാഷന്മാർ ഒരു വീട്ടുപേര് കൊടുക്കും. മുസ്ലിം പേരുകളിൽ ചിലരെ അറിയപ്പെടുന്നു. ആ കാലഘട്ടത്തിൽ ഈ ജാതി കോമരങ്ങളുടെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ അയിത്തം വളരെ പ്രസക്തമായി നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. വേണ്ട സമയത്ത് വേണ്ടിടത്ത് എത്താൻ കഴിയാത്ത ഒരവസ്ഥ വന്നു. അങ്ങനെ വന്നപ്പോൾ കാരണന്മാർ ബുദ്ധിപൂർവ്വം ചെയ്തൊരു സൂത്രപ്പണി. ചില കാരണന്മാരൊക്കെ പോയിട്ട് മതം മാറി. കാര്യം ഇപ്പോൾ തലശ്ശേരിയിൽ എൻ്റെ അമ്മായിയുടെ വീടുണ്ട്. അമ്മായി ഇപ്പോഴും ആ മുസ്ലിം വേദത്തിലാണ് വിശ്വസിക്കുന്നതും ജീവിക്കുന്നതും. അവിടേക്ക് ഞാൻ പോകാറില്ല, ഞങ്ങളുടെ കുടുംബക്കാരും പോകാറില്ല. അമ്മായിയും മാമയും മക്കളൊക്കെ ഞങ്ങളുടെ അവിടേക്ക് വരും. ഞങ്ങളുടെ അവിടേക്ക് ചെന്നപ്പോൾ എല്ലാവർക്കും അറിയാം ഇത് പണ്ടുള്ള ഒരു സൂത്രപ്പണിയാണ്. ഏതൊക്കെ ആരാധനമൂർത്തികളാണ്, എങ്ങനെയാണ് അതിൻ്റെ ഇതൊന്ന് പറയാം? പരമശിവൻ, കൊടുങ്ങല്ലൂർ ഭഗവതി, ചെറക്കൽ ഭഗവതി, അങ്ങനെയുള്ള എല്ലാ, വിഷ്ണു, അങ്ങനെയുള്ള എല്ലാ ഈശ്വരന്മാരെയും ഞങ്ങൾ ആരാധിക്കുന്നതാണ്. പിന്നെ ഞങ്ങൾ കുലദൈവങ്ങൾ, മുത്തപ്പൻ, നമ്മൾ തറവാട്ടിൽ മുത്തപ്പൻ എന്ന് മറ്റുള്ള ഹിന്ദുക്കൾ പറയുമ്പോൾ ഞങ്ങൾ മുത്തൻ എന്ന് പറയും. ആ മുത്തനിൽ തന്നെ ഞങ്ങൾ വകതിരിച്ച് അങ്ങോട്ട് ഇവിടെയൊക്കെ ആയിട്ട് ചില പ്രത്യേക പേരുകളും ആൾക്കാരും ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് വടക്കര് മുത്തെന്ന് പറയും. അത് ഈ വടക്കൻ ഭാഗത്ത് വെളിയങ്കോടിൻ്റെ അപ്പുറത്ത് ഉണ്ടായിരുന്ന വലിയൊരു കാരണവരുടെ ഇതാണ് കാണുന്നത്. ആ കാരണവരുടെ പിൻഗാമികളായിട്ടുള്ള ആൾക്കാരൊക്കെ അങ്ങേരെ മുത്തപ്പനായിട്ട് പൂജിക്കുന്നു. അതുപോലെ കോട്ടയിൽ മുത്തൻ, ഞങ്ങൾക്ക് കോട്ടയിൽ മുത്തൻ പറഞ്ഞിട്ട് മറ്റൊരു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുത്തൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. കോട്ടയിൽ മുത്തൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതേപോലെ ഞങ്ങളുടെ കുലത്തൊഴിലുണ്ടല്ലോ, ഭിക്ഷാടനം, ഈ പ്രായശ്ചിത്ത നടത്തൽ, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ എല്ലാ വീടുകളിലും പോവും. അന്ന് ഇവിടെ ചേറ്റുവൊക്കെ പ്രദേശത്ത് ടിപ്പു സുൽത്താൻ്റെ കോട്ടയുണ്ടായിരുന്നു. ആ കോട്ടയിൽ എല്ലാ മാസവും ഒരു ദിവസം അവിടെ പോയി അവിടെ നിന്ന് ഈ സാധനങ്ങളൊക്കെ സ്വീകരിക്കുക പതിവാണ്. ഒരിക്കൽ ഞങ്ങളുടെ ഈ മുത്തപ്പൻ കോട്ടയിലേക്ക് കയറി പോകുമ്പോൾ, അന്നാണെങ്കിൽ ഈ കോട്ടയെ ആക്രമിക്കാൻ ശത്രുക്കൾ ഡച്ചുകാർ ആക്കം കൂട്ടിയിരിക്കുന്നുള്ള സ്ഥിതി ഉള്ള കാലഘട്ടം. അപ്പോൾ കോട്ടയെ സംബന്ധിച്ചിടത്തോളം സുരക്ഷ കുറച്ചുകൂടി ജാഗ്രത പുലർത്തിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അവിടെ ഈ മുത്തനറിയാത്ത ഭടന്മാരായിരുന്നു കാവലിൽ നിന്നിരുന്നത് കോട്ടയ്ക്ക് പുറത്ത്. മുത്തൻ ചെന്ന് സാധാരണ ഇതിൽ ഞങ്ങൾ ഉറക്കെ ഓളിയിടുമല്ലോ, ഞങ്ങളുടെ കാരണന്മാർ ഓളിയിടലൊക്കെ ഇട്ടുണ്ടാവുമല്ലോ. ആ ഓളിയിട്ടതുപോലെ ഈ സുരക്ഷാ ഭടന്മാർ വെടിവെച്ചു. ഞങ്ങളുടെ മുത്തപ്പൻ അവിടെ പിടഞ്ഞു മരിച്ചു. ആ ഒരു ശത്രുവിനെ വെടിവെച്ചു എന്നുള്ള ഇതോട് സുൽത്താൻ്റെ അടുത്ത് റിപ്പോർട്ടെത്തി. സുൽത്താൻ വന്ന് നോക്കിയപ്പോൾ സാധാരണ ഇവിടെ വരാറുള്ള ഞങ്ങളുടെ മുത്തപ്പനാണ് മുത്തൻ. ആ മുത്തൻ ഇങ്ങനെ മരിച്ചതിൽ സുൽത്താൻ ഒരു വല്ലാത്ത വിഷമം തോന്നി. അപ്പോൾ സുൽത്താൻ ഞങ്ങളുടെ ഈ മുത്തൻ്റെ മക്കളെ, അതുപോലെ അനന്തരാവകാശികളെ വിളിച്ചു വരുത്തി പ്രായശ്ചിത്തമായിട്ട് ഒരു വലിയ ഭൂപ്രദേശം ഇവർക്ക് സംഭാവന ചെയ്ത് കൊടുത്തു. എന്നാൽ ടിപ്പുവിൻ്റെ ദാനസമ്പത്തൊന്നും ഈ ഗോത്രവർഗത്തിന് നിലനിർത്താനായില്ല.
ഉറിയും വട്ടക്കയറും മെടഞ്ഞുവിറ്റും ഭിക്ഷ തേടിയും കോട്ടമുത്തൻ്റെ പിന്മുറക്കാരും സാമൂഹിക ജീവിതത്തിൻ്റെ പുറമ്പോക്കുകളിൽ ഇടം തേടി. അവർക്ക് വിൽക്കുവാനും വാങ്ങുവാനും സ്ത്രീധനം കൊടുക്കുവാനും ഭിക്ഷാടനത്തിൻ്റെ അവകാശാതിർത്തികൾ മാത്രമാകുന്നു. അജ്ഞാതമായ ഏതോ കാരണത്താൽ കാട്ടിൽ നിന്നിറങ്ങി നടന്ന ഏതെങ്കിലും ഗോത്രമാകാം ഒരുപക്ഷെ നായാടികളുടെ മുൻമുറക്കാർ. മലദൈവങ്ങളെയും പിതൃക്കളെയും കുടിവച്ചാരാധിച്ചിരുന്ന കാടിൻ്റെ മക്കളുടെ പൈതൃകം കാത്തുരക്ഷിക്കുവാൻ പാടുപെടുകയാണ് കേരളത്തിലെ നായാടി സമൂഹം. ജനനത്തിലും മരണത്തിലും ആ തനിമയെ ഇവർ ഇറുകെ പിടിക്കുന്നു. മരണമുണ്ടല്ലോ, അത് ആ സംസ്കരിച്ചിരുന്ന ആ ചടങ്ങുകളെ കുറിച്ചിട്ടൊന്ന് വിശദീകരിക്കാം. കുഴിച്ചിടേ ചെയ്തില്ലെന്ന് വെച്ചാൽ ആ പുല വിടുന്ന അന്ന് ആ കുഴി പതുക്കെ ഒരു ഭാഗത്ത് മാന്തിയെടുത്ത് അതിൽ നിന്ന് ഈ മനുഷ്യൻ്റെ മരിച്ച ശവത്തിൻ്റെ ഏതെങ്കിലും ഒരു കഷ്ണാസ്ഥി, ഒന്നോ രണ്ടോ കഷ്ണാസ്ഥി ഭാഗിച്ചെടുത്ത് അത് കൊണ്ടുവന്ന് ഭദ്രമായിട്ട് ഈ രാമുച്ചം, ചന്ദനം, ഞാവലിൻ്റെ വിറക് ഇവെല്ലാം വെച്ച് കത്തിച്ച് ഭസ്മാക്കുക, അല്ലെങ്കിൽ നല്ലോണം ചുട്ടെടുത്തിട്ട് ആ സാധനം ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു കുടുക്കയിലോ ആക്കി പട്ടുകൊണ്ട് പൊതിഞ്ഞ് കെട്ടി അത് ഒരു ഇതായി വയ്ക്കും. ഞങ്ങൾക്കൊരു തറയുണ്ട് തറവാട്ടുകാർക്ക്. ഓരോ തറവാട്ടുകാർക്കും ഓരോ വ്യത്യസ്തമായ തറകളുണ്ടാകും. ആ തറയിൽ പോയി ഇത് അവിടെ നിബഞ്ജനം ചെയ്ത് പോരണം. എങ്കിലേ ഈ മരിച്ച ആത്മാവിന് സ്വാതന്ത്ര്യമുള്ളൂ അല്ലെങ്കിൽ ശുദ്ധി കിട്ടുള്ളൂ എന്നുള്ള ഒരു വിശ്വാസമാണ്. ഞങ്ങളുടെയൊക്കെ തറയാണെങ്കിൽ ആ തറയിൽ അവർക്ക് അവിടെ താമസിക്കുന്നവർക്കറിയാം ഇവർ പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്നതാണ്. അതല്ലാത്ത തറകളിൽ ആ വീട്ടുകാരറിയാതെ അല്ല പരിസരവാസികൾ ആരും അറിയാതെ അവിടെ പോയിട്ട് വിശ്രമിക്കുകയോ അല്ലെങ്കിൽ എന്തിനും പണിയെടുക്കുകയോ ചെയ്യുന്ന മാതിരി സൂത്രത്തിലിരുന്ന് പതുക്കെ കുഴി കുത്തി ഈ സാധനം അവിടെ സ്ഥാപിച്ച് പോരും. സാമൂഹിക പരിണാമത്തിൻ്റെ ചടുലവേഗതയിൽ ഇരയാക്കപ്പെട്ട ഈ നായാടി സമൂഹം നമ്മുടെ വികസനത്തിൻ്റെ പാതയോരങ്ങളിൽ ഇപ്പോഴും അന്തിയുറങ്ങുകയാണ്. ചത്തൊന്നും തട്ടാത്ത ദൈവമേ, ഇത് അണ്ണാത്തിമ്മയൊക്കെ കുഞ്ഞിനുണ്ണിയൊക്കെ യാതൊരു ബോധമുണ്ടായിരിക്കാം. ഈശ്വര അത്യരക്ഷ. പണ്ട്